application of Biot-Savart's law. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് സർക്കുലാർ കറണ്ട് ലൂപ്പ്. ഒരു സർക്കുലാർ കറണ്ട് ലൂപ്പ് കാരണം അതിന്റെ ദൂരെ ഇരിക്കുന്ന ഒരു പോയിന്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഈ ഡെറിവേഷനിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ നമുക്കൊരു സർക്കുലാർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് എടുക്കാം. ആ സർക്കുലാർ കറന്റ് ക്യാരിയിങ് ലൂപ്പിലൂടെ ഓഫ് കോഴ്സ് എന്തായാലും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഒരു പോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യണം. ആ പോയിന്റിനെ നമ്മൾ പി ആയിട്ട് എടുക്കും. ഈ സർക്കുലാർ ക്യാരിയിങ് കറന്റ് ലൂപ്പ് എക്സ് വൈ സെഡ് ആക്സിസിലാണ് ഇരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് സെഡ് എന്ന് എടുക്കാം, ഇവിടെ നമുക്ക് വൈ എന്ന് എടുക്കാം. ഈ പോയിന്റിൽ നിന്ന്, അതായത് സർക്കുലാർ കറന്റ് ലൂപ്പിന്റെ സെന്ററിൽ നിന്ന് പി എന്ന് പറഞ്ഞ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ എ എന്നും ഇവിടെ നമ്മൾ ബി എന്നും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ അവിടെയും ഒരു സ്മോൾ എലിമെന്റ് ഡി എൽ ഉണ്ടായിരിക്കും, ബിയുടെ അവിടെയും സ്മോൾ എലിമെന്റ് ഡി എൽ ഉണ്ടായിരിക്കും. ഈ സ്മോൾ എലിമെന്റ് ഡി എൽ കാരണം പിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഈ എയിൽ നിന്ന് പിയിലോട്ട് നമുക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കാൻ പറ്റും. ആ ഡിസ്റ്റൻസിനെ നമ്മൾ ആർ എന്ന് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഉണ്ടാവുന്ന ആംഗിളിനെ നമ്മൾ എടുക്കുന്നതാണ് ഫൈ. നെക്സ്റ്റ് നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഈ എ എന്ന് പറഞ്ഞ സ്മോൾ എലിമെന്റ് കാരണം പിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്കിവിടെ ഡി ബി എന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്മോൾ എലിമെന്റ് താഴത്തെ ബി കാരണം ഈ പിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ താഴെ മാർക്ക് ചെയ്യുന്നു ഡി ബി. രണ്ടും മാഗ്നറ്റിക് ഫീൽഡുകൾ തന്നെയാണ്. സോ നമ്മൾ വെക്ടറിൽ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ കോസ് കമ്പോണന്റ് ആയിട്ടും സൈൻ കമ്പോണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം, ഇവിടെ ഇങ്ങനെയും മാർക്ക് ചെയ്യാം. ഈ ടോട്ടൽ 90 ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫൈ ആണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് അറിയാം ഇവിടെ എന്താണ് 90 മൈനസ് ഫൈ ആയിരിക്കും. സോ ഇവിടെ എന്തായാലും എന്താണ് ഫൈ ആണ്. സോ ഫൈ ആണ് ഇവിടെ വരുന്നത്. സൈൻ കമ്പോണന്റും കോസ് കമ്പോണന്റ് ആയിട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഫൈ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡി ബി കോസ് ഫൈ ആയിരിക്കും, താഴെയും ഡി ബി കോസ് ഫൈ ആയിരിക്കും. ഈ ഒരു ഭാഗത്താണ് ഡി ബി സൈൻ ഫൈ ആയിട്ട് വരുന്നത്. അതായത് ആംഗിളിന്റെ അടുത്ത് കിടക്കുന്നതിനെ നമ്മൾ എപ്പോഴും കോസ് കമ്പോണന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ആംഗിളിന്റെ ദൂരെ കിടക്കുന്നതിനെ നമ്മൾ സൈൻ കമ്പോണന്റ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ബയോ-സവാർട്ട്സ് ലോ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അതിന്റെ ഡെഫിനിഷൻ. മാഗ്നറ്റിക് ഫീൽഡ് at P due to small element dl. മുകളിലുള്ള സ്മോൾ എലിമെന്റ് dl കാരണം പിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ബയോ-സവാർട്ട്സ് ലോ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബി ഈക്വൽ ടു മ്യൂ 0/4 I dl സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു തീറ്റ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 90 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബി ഈക്വൽ ടു മ്യൂ 0/4 I dl ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. നെക്സ്റ്റ് നമ്മളിവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ കോസ് കമ്പോണന്റ് ആയിട്ടും സൈൻ കമ്പോണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്കിവിടെ എഴുതാം. ഡി ബി ഈക്വൽ ടു ഡി ബി കോസ് ഫൈ പ്ലസ് ഡി ബി സൈൻ ഫൈ ആണ്. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എ എന്ന പോയിന്റ് കാരണം ഉണ്ടാവുന്ന കോസ് കമ്പോണന്റ്, അതായത് ഇവിടുത്തെ ഡി ബി കോസ് ഫൈ എന്ന് പറയുന്നത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ടു ഇവിടെ താഴെയുള്ള ഡി ബി കോസ് ഫൈ ആണ്. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു പറയാൻ പറ്റും, ബി എന്ന പോയിന്റ് കാരണം ഉണ്ടാവുന്ന ഡി ബി കോസ് ഫൈ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന ഡി ബി കോസ് ഫൈനോട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആണ്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഡി ബി കോസ് ഫൈ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്തു മാത്രമാണുള്ളത്? ഡി ബി സൈൻ ഫൈ ആണുള്ളത്. സോ ഡി ബി ഈക്വൽ ടു ഡി ബി സൈൻ ഫൈ മാത്രമാവും. കാരണം കോസ് ഫൈകള് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്, അത് ക്യാൻസൽ ഔട്ട് ആവുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് കിട്ടി ഈ ഒരു ഇക്വേഷനെ നമുക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1നെ നമുക്ക് ഈ ഡി ബിയുടെ വാല്യൂല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഡി ബിക്ക് പകരം നമുക്ക് ഇപ്പൊ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മ്യൂ 0/4 I dl ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ ഫൈ ആണ്. ഇവിടെ നമുക്ക് ഒന്നും കൂടെ മാർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ഈ സർക്കിളിന്റെ റേഡിയസ് ആർ ആണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം.
ഇനി ഈ ഫിഗർ നോക്കി നമുക്ക് സൈൻ ഫൈ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്താണ് സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. സോ സൈൻ ഫൈ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഫൈ എന്ന് പറയുന്നത് ഇതാണ്, അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസ് ആർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്താണ്, ഈ ആർ ആണ്. അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ന്യൂസ്. ഇനി നമുക്ക് ഈ സൈൻ ഫൈക്ക് ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ mu0 by 4 pi IDL divided by R square into capital R divided by small r. ഇനി നമുക്ക് ഈ സ്മോൾ ആറിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. എങ്ങനെയാണ് നമുക്ക് സ്മോൾ ആർ കണ്ടുപിടിക്കാൻ പറ്റുക? ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന്, അതായത് ട്രയാങ്കിൾ AOPയിൽ നിന്ന് നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് എങ്ങനെ ആറ് കണ്ടുപിടിക്കാൻ പറ്റും? പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് ഹൈപ്പോട്ന്യൂസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു AOP എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിളിലെ ഹൈപ്പോട്ന്യൂസ് ആണ് ആ ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞ ആറ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ബേസ് ഇവിടെ എക്സും ഓൾട്ടിറ്റ്യൂഡ് ആറും ആണ്. അപ്പൊ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. സോ നമുക്ക് ആറിന്റെ വാല്യൂ കിട്ടി. ആ ആറിന്റെ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ mu0 ഡിവൈഡഡ് ബൈ 4 pi IDL ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അതായത് റൂട്ടിന് നമ്മൾ 1/2 എന്നിട്ടു, അല്ലെങ്കിൽ നമുക്ക് റൂട്ട് എന്നിടാം. 1/2 ഇവിടെ ഒരു ഹോൾ സ്ക്വയർ കൂടെ ഉണ്ട് ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ആർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് mu0 by 4 pi IDL R ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കുക നമുക്ക് 1/2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇനി ഇവിടെ എന്താണുള്ളത്? റൂട്ട് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? ആ 1/2 ഇവിടെ ഉള്ള 1ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/2 എന്ന് എഴുതാം. ഓൾറെഡി നമുക്കറിയാം എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എ പ്ലസ് ബി ആണ്. അപ്പോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറും ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പവറുകൾ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 എന്ന് എഴുതാൻ പറ്റുന്നു. ഇപ്പൊ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഒരു ചെറിയ എലമെന്റ് ആയിട്ടുള്ള എ എന്ന ചെറിയ എലമെന്റ് ആയ DL കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിച്ചത്. ഈ ഫിഗറിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരുപാട് DLകൾ കൂടി ചേർന്നിട്ട് ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഈ ഒരു വാല്യൂവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റുക. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ കിട്ടിയ മാഗ്നറ്റിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ dB ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ dBയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mu0 by 4 pi IDL R divided by R square plus X square whole raised to 3/2. ഓക്കെ, ഇതിലെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസുകളെല്ലാം നമുക്ക് ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് ഇടാം. ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്? mu0 by 4 pi കോൺസ്റ്റന്റ് ആണ്. ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു സർക്കിളിനെ സംബന്ധിച്ച് അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആണ്. R കോൺസ്റ്റന്റ് ആണ്. ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2 കോൺസ്റ്റന്റ് ആണ്. ഇവിടെ DL മാത്രമാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂസിനൊക്കെ പുറത്തേക്ക് എടുക്കാം. mu0 by 4 pi IR divided by R square plus X square whole raised to 3/2 integral DL. ഇവിടെ നമ്മൾ സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ് ആണ് എടുത്തിരിക്കുന്നത്. ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ ചെറിയ എലമെന്റ്, ഇപ്പൊ ഈ ഒരു എലമെന്റ് DL ആണെങ്കിൽ അടുത്ത എലമെന്റ് ആണ് DL. ഇങ്ങനെ ഒരുപാട് DLകൾ കൂടി ചേർന്നതാണ് നമ്മുടെ സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ്. സോ നമുക്ക് ഇന്റഗ്രൽ DL എന്ന് പറഞ്ഞാൽ എന്ത് എടുക്കാൻ പറ്റും? ഈ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് ആക്ച്വലി ഇന്റഗ്രൽ DL. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? 2 pi r ആണ്, where r is the radius of the circle. So integral DL നെ നമുക്ക് 2 pi r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mu0 by 4 pi IR
divided by r square plus x square whole raised to 3/2 into integral dl ന് പകരം 2 r. സോ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും? 2 4 ക്യാൻസൽ ചെയ്ത് ബാക്കി ഇവിടെ 2 ഉണ്ടായിരിക്കും. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് μ0 i r into r r square μ0 i r square by 2 into r square plus x square whole raised to 3/2 ആണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ടോട്ടൽ സർക്കുലർ കറണ്ട് ലൂപ്പ്, അതായത് ടോട്ടൽ ആ ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് കാരണം പി എന്ന് പറഞ്ഞ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഒരു സർക്കിളിന്റെ സെന്ററിലാണ് ആ പോയിന്റ് ഇരുന്നിരുന്നതെങ്കിൽ, അതായത് പി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എടുത്ത സർക്കുലർ കറണ്ട് ലൂപ്പിന്റെ സെന്ററിലായിരുന്നെങ്കിൽ എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്? സോ നമുക്കത് കണ്ടുപിടിക്കാം. അറ്റ് സെന്റർ ഓഫ് സർക്കിൾ, സർക്കിളിന്റെ സെന്ററിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഈക്വൽ ടു 0. അതായത് നമ്മൾ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ആ പോയിന്റിലോട്ട് എടുത്ത ദൂരമായിരുന്നു എക്സ്. ഇപ്പൊ നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത് എവിടെയാണ്? സർക്കിളിന്റെ സെന്ററിലാണ്. അപ്പോ ആ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നമുക്ക് കിട്ടിയ ഈ ഇക്വേഷനിൽ നമ്മൾ എക്സ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു μ0 IR square divided by 2 into r square whole raised to 3/2 ആണ് കിട്ടുക. കാരണം x ഈക്വൽ ടു 0 ആയി. എന്ത് നമുക്ക് ഇതിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും? സ്ക്വയർ 2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് μ0 IR square divided by 2r cube എന്ന് കിട്ടും. r ക്യൂബും സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ r ആയി. μ0 I divided by 2r ആണ്. സെന്ററിൽ ആണ് പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും n നമ്പർ ഓഫ് ടേൺസ്. ഇപ്പൊ നമ്മൾ ഒരു ടേൺ ഉള്ള സർക്കിളിനെ എടുത്തത്. ഇങ്ങനെ നമ്മൾ n നമ്പർ ഓഫ് ടേൺസ് ഉള്ള സർക്കിളിനെ എടുക്കുന്നതെങ്കിൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കൂടെ നമ്പർ ഓഫ് ടേൺസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n നമ്പർ ഓഫ് ടേൺസിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഒബ്വിയസ്ലി അപ്പൊ അതുപോലെ തന്നെ സർക്കിളിന്റെ സെന്ററിൽ n നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു ലൂപ്പിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷന്റെ കൂടെ നമ്മൾ n മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഉത്തരം കിട്ടും.